Network News is brought to you in association with Kallarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. Pavan Golden Diamond, Gold, Diamond, Silver and Birthstone. Malabar Golden Diamonds. Celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyannur. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കവിയും അധ്യാപകനുമായ AC ശ്രീഹരി അന്തരിച്ചു. 56 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. നെഞ്ചുവേദനയെ തുടർന്ന് വെള്ളിയാഴ്ച രാത്രി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. പയ്യന്നൂർ ആലപ്പടമ്പ് സ്വദേശിയാണ്. പയ്യന്നൂർ കോളേജ് ഇംഗ്ലീഷ് വിഭാഗം മുൻ മേധാവിയും മലയാളത്തിലെ പ്രശസ്തനായ കവിയും എഴുത്തുകാരനുമാണ് ശ്രീഹരി. കഴിഞ്ഞ മെയ് 30-നാണ് ഇദ്ദേഹം സർവീസിൽ നിന്നും വിരമിച്ചത്. അദ്ദേഹത്തിൻ്റെ കവിതകൾ കേരളത്തിലെ സർവകലാശാലകളിൽ പാഠപുസ്തകമായി പഠിപ്പിക്കുന്നുണ്ട്. NN കക്കാട്, VT കുമാരൻ, വൈലോപ്പിള്ളി തുടങ്ങിയവരുടെ പേരിലുള്ള പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട്. പയ്യന്നൂരിനടുത്ത് ആലപ്പടമ്പിൽ 1969 നവംബർ 24-നായിരുന്നു ജനനം. AC ദാമോദരൻ നമ്പൂതിരിയും സാവിത്രി അന്തർജനവുമാണ് മാതാപിതാക്കൾ. പയ്യന്നൂർ കോളേജിൽ നിന്ന് ഇംഗ്ലീഷിൽ ബിരുദവും, ദേവഗിരി സെന്റ് ജോസഫ് കോളേജിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും, മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിന്ന് MPhilഉം നേടി. ഭാര്യ സംഗീത K, മകൻ AC ശ്രീഹർഷൻ. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. പാതിയല്ലേ തളർന്നുള്ളൂ, മനസ്സിനിയും ബാക്കിയുണ്ടല്ലോ. വിധിയോട് പൊരുതി ജയിക്കുന്ന പയ്യന്നൂർ തായനേരി സ്വദേശി കരിപ്പത്ത് മോഹനന്റെ വാക്കുകളിൽ ഒരായുസിന്റെ മുഴുവൻ നിശ്ചയദാർഢ്യമുണ്ട്. അരയ്ക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ടിട്ടും താൻ നിർമ്മിക്കുന്ന വർണ്ണക്കുടകൾ പോലെ സ്വന്തം ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും നിറങ്ങൾ പകരുകയാണ് ഈ മുൻ ഫാർമസിസ്റ്റ് അസിസ്റ്റന്റ്. പരിയാരം മെഡിക്കൽ കോളേജിലെ ഫാർമസി അസിസ്റ്റന്റ് ആയിരുന്ന മോഹനൻ വീടിന്റെ ടെറസിൽ നിന്നും താഴെ വീണ് 10 വർഷത്തോളമായി അരയ്ക്ക് താഴെ ചലനമില്ലാത്ത അവസ്ഥയിലാണ്. അദ്ദേഹം ഇന്ന് നിത്യജീവിതത്തിന് വഴി തരുന്നത് കുടയും അതുപോലെ പെന്നും ഉണ്ടാക്കി വിറ്റാണ്. അദ്ദേഹത്തിന്റെ ജീവിതകഥ. പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഫാർമസിസ്റ്റ് അസിസ്റ്റന്റായി ജോലി ചെയ്തു വരികയായിരുന്നു മോഹനൻ. എന്നാൽ 2016 ഏപ്രിൽ 10 മോഹനന്റെ ജീവിതത്തിന്റെ ദിശ മാറ്റിമറിച്ചു. വീടിന്റെ ടെറസ് വൃത്തിയാക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ താഴേക്ക് വീഴുകയായിരുന്നു. വിദഗ്ധ ശസ്ത്രക്രിയകൾക്ക് വിധേയനാക്കിയെങ്കിലും അരയ്ക്ക് താഴെയുള്ള ചലനശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ടു. തുടർന്ന് കിടപ്പിലായെങ്കിലും മനസ്സ് തളരാൻ അദ്ദേഹം തയ്യാറായില്ല. കിടന്ന കിടപ്പിൽ ചലിക്കാൻ സാധിക്കുന്ന കൈകൾ കൊണ്ട് അദ്ദേഹം പുതിയൊരു അതിജീവനത്തിന്റെ പാത വെട്ടിത്തുറന്നു. ചക്രക്കസേരയിലിരുന്ന് പുനരുപയോഗ സാധനങ്ങൾ ഉപയോഗിച്ച് വിവിധ രൂപങ്ങളിലുള്ള കുടകളും കടലാസ് പേനകളും നിർമ്മിക്കാൻ അദ്ദേഹം പരിശീലിച്ചു. ഇന്ന് ദിവസം 7ഓളം കുടകളും ഒട്ടനവധി പേനകളും മോഹനൻ സ്വന്തം കൈകളാൽ നിർമ്മിക്കുന്നുണ്ട്. അദ്ദേഹം ആദ്യം നിർമ്മിച്ച കുടകൾ വാങ്ങി പ്രോത്സാഹിപ്പിച്ചത് പരിയാരം മെഡിക്കൽ കോളേജിലെ അദ്ദേഹത്തിൻ്റെ പഴയ സഹപ്രവർത്തകരായിരുന്നു. പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ ഈ അതിജീവനത്തിൻ്റെ കഥ ലോകമറിഞ്ഞതോടെ നിരവധി ആളുകളാണ് കുടകൾ തേടിയെത്തുന്നത്. നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരാളുണ്ട് കണ്ണൂരിൽ. അയാൾ ഇവിടെ വന്ന് കുടയിലുണ്ടാക്കാൻ പഠിപ്പിച്ചു. പേപ്പർ പെയിന് ഇപ്പോൾ ഇതാണ് നമ്മളെ ശരിയായ ജീവിത മാർഗം. കാരണം കുറച്ച് കൂടെ പോവും, ഈ സമയമാകുമ്പോൾ കുറച്ച് പോകും. ഇപ്രാവശ്യം പൊതുവെ മഴ കുറഞ്ഞുകൊണ്ട് കച്ചവടം കുറവാണ്. അതുകൊണ്ട് കുട്ടികളുടെ കൂടെയെല്ലാം കുറേ ബാക്കിയായി. ഇപ്രാവശ്യം കുട്ടികളുടെ കൂടെ തീരെ പോയില്ല. സാധാരണ ജൂൺ 1-ാം തീയതി സ്കൂൾ തുറക്കാനാകുമ്പോഴേക്ക് അംഗനവാടി അല്ലെ സ്കൂൾ പ്രവേശനം എന്നെല്ലാം പറഞ്ഞ് കുറേ കൂടെ പോകാറുണ്ടായിരുന്നു. ഭാര്യ വിജയശ്രീ, മക്കളായ അഞ്ജലി, അർജുൻ എന്നിവരടങ്ങുന്ന കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണയാണ് മോഹനന്റെ കരുത്തും ആത്മവിശ്വാസവും. വിപണിയിലെ മറ്റു കുടകളോട് കിടപിടിക്കുന്ന ഗുണമേന്മ ഉള്ളവയാണ് മോഹനന്റെ വർണ്ണക്കുടകൾ.
കുട്ടികളുടെ കുടകൾക്ക് 330 രൂപയും 3 ഫോൾഡ് കളർ പ്രിന്റ് കുടകൾക്ക് 420 രൂപയും കറുപ്പ് കുടകൾക്ക് 410 രൂപയും കാലൻ കുട കളർ കറുപ്പ് എന്നിവയ്ക്ക് 550 രൂപയും ഗോൾഫ് ഫൈബർ കുടകൾക്ക് 600 രൂപയുമാണ് വില. ശാരീരികമായ പരിമിതികൾ ഒന്നിനും ഒരു തടസ്സമല്ലെന്ന് സ്വന്തം ജീവിതത്തിലൂടെ തെളിയിക്കുകയാണ് മോഹനൻ. ഇച്ഛാശക്തിയുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും മറികടന്ന് ജീവിതം തിരികെ പിടിക്കാമെന്ന വലിയൊരു സന്ദേശമാണ് ഈ പയ്യന്നൂരുകാരൻ സമൂഹത്തിന് നൽകുന്നത്. ശരീരത്തിനേറ്റ തളർച്ച മനസ്സിനെ ബാധിക്കാതെ പ്രതിസന്ധികളെ അതിജീവിച്ച് ഇനിയും മുന്നോട്ട് യാത്ര തുടരുകയാണ് മോഹനേട്ടൻ. ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്. കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ നേതാവും മുനിയൻകുന്ന് സമരസേനാനിയും മുൻ MLA-യുമായ CP നാരായണന്റെ സ്മരണ പുതുക്കിയ നാട്. കുറ്റൂരിൽ നടന്ന 30ാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനം ജോൺ ബ്രിട്ടാസ് MP ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ നേതാവും മുനിയൻകുന്ന് സമരസേനാനിയും മുൻ MLA-യുമായിരുന്ന CP നാരായണന്റെ സ്മരണ പുതുക്കി നാട്. 30ാം ചരമവാർഷിക അനുസ്മരണത്തിന്റെ ഭാഗമായി ബഹുജന പ്രകടനം നടന്നു. തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം ജോൺ ബ്രിട്ടാസ് MP ഉദ്ഘാടനം ചെയ്തു. ഞാൻ കണ്ണൂർ ജില്ല ദേശാഭിമാനി ലേഖകനാകുന്നു ഒരേ സമയം 1987 അദ്ദേഹം പയ്യന്നൂരിൽ നിന്ന് MLA ആയപ്പോൾ ഞാൻ കേരള കോളേജിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ദേശാഭിമാനിയിലേക്ക് നിയമനം ലഭിച്ച് കണ്ണൂർ ജില്ലാ ലേഖകനായി ഞാൻ ഇങ്ങോട്ട് വരും. കഴിഞ്ഞ 10 വർഷമായി LDF സർക്കാരിന്റെ ക്ഷേമപ്രവർത്തനങ്ങൾ നിർത്തലാക്കാനുള്ള സൂത്രപ്പണിയാണ് ധവളപത്രത്തിലൂടെ VD സതീശൻ ലക്ഷ്യമിടുന്നതെന്ന് ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. KB ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. V നാരായണൻ, C കൃഷ്ണൻ, P ശശിധരൻ, P ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഇൻസ്റ്റഗ്രാം റീലുകളിൽ തരംഗമായൊരു സ്ഥലമുണ്ട് തൃക്കരിപ്പൂർ കൊയ്യോങ്കരയിൽ. 2 പേർ ചേർന്ന് കൃഷി ആവശ്യത്തിനായി നിർമ്മിച്ച വയൽക്കാറ്റ് എന്ന ഏറുമാടമാണ് ഇപ്പോൾ ഏവരെയും ആകർഷിക്കുന്ന സ്പോട്ടായി മാറിയിരിക്കുന്നത്. ഗ്രാമഭംഗി തേടിയുള്ള ഒരു യാത്രയിൽ കണ്ണിലുടക്കിയ ഒരു സ്ഥലമാണ് ഈ ഒരു സ്ഥലം. ഇതാണ് വൈക്കത്ത് കൊയ്യോങ്കര. അവിടെ വയൽക്കാറ്റ് എന്ന് പറയുന്ന ഒരു കെട്ടിടമാണ് ഇത്. അതിമനോഹര ഗ്രാമം എന്ന് പറഞ്ഞാൽ വാക്കുകളില്ല സത്യം പറഞ്ഞാൽ പറയാൻ. അത്രയും മനോഹരമായ ഒരു സ്ഥലമാണ് ഇത്. വൈകുന്നേര സമയങ്ങളിൽ ഒരുപാട് ആൾക്കാരാണ് ഇവിടെ എത്തിച്ചേരുന്നത്. അതായത് വൈകുന്നേരം ചില്ല് ചെയ്യാൻ എന്ന് വേണം പറയാൻ. അത്രയും മനോഹരമായ ഒരു സ്ഥലമാണ്. വൈകുന്നേര സമയങ്ങളിലെ ഒരു അമ്പലങ്ങളിലെയൊക്കെ പാട്ടുകളും എല്ലാം കേൾക്കുമ്പോൾ മനസ്സിനൊന്ന് റിലാക്സ്ഡ് ആവാൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലമാണിത്. ചുറ്റുപാടും പച്ചപ്പാർന്ന പാടങ്ങൾ, അതിമനോഹര കാഴ്ച തന്നെയാണ് ഇവിടെ എത്തുന്നവർക്ക് കാണാൻ സാധിക്കുക. പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാലം കൂടി ആവുമ്പോൾ, ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ആവുമ്പോൾ അടിപൊളിയായിരിക്കും. ഈ ഒരു സ്ഥലത്തിന്റെ പുറകുവശത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. 2 ജില്ലകളുമായി അതിർത്തി പങ്കിടുന്നുണ്ട് എന്നൊരു പ്രത്യേകത കൂടി ഇവിടെ നമുക്ക് കാണാനായി സാധിക്കും. തൊട്ടപ്പുറത്തെ സൈഡ് കണ്ണൂരും ഈ ഒരു സ്ഥലം കാസർഗോഡുമാണ് വരുന്നത്. അങ്ങനെ 2 ജില്ലകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മനോഹരമായ തോടുമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വൈകുന്നേര സമയങ്ങളിൽ ഒരുപാട് കൊക്കുകളും മറ്റും പറക്കുന്നതും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അത്രയും അതിമനോഹരമായ ഒരു സ്ഥലം എന്ന് തന്നെ വേണം പറയാൻ. ഈ ഒരു ബിൽഡിങ്ങിന്റെ ഏത് വശത്ത് നിന്നാൽ പോലും നമുക്ക് അതിമനോഹരമായ കാഴ്ചകളാണ് കാണാൻ സാധിക്കുക. 2 യുവാക്കൾ ചേർന്ന് കൃഷിയുടെ ആവശ്യത്തിനായിട്ടാണ് ഈ ഒരു ബിൽഡിംഗ് നിർമ്മിച്ചിരിക്കുന്നത്. അവർ കൃഷിയുടെ വിൽപ്പന നടത്തുന്നതിനായും കൃഷിയുടെ ഉപകരണങ്ങളൊക്കെ സൂക്ഷിക്കുന്നതിനും വേണ്ടിയാണ് ഈ ഒരു ബിൽഡിംഗ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷെ അത് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വന്ന് കണ്ട് ഒരുപാട് റീൽസുകളിലൊക്കെ നിറഞ്ഞു നിന്ന് വൈറലായിരിക്കുകയാണ് ഈ ഒരു ബിൽഡിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 2 യുവാക്കൾ ചേർന്നാണ് ഈ ഒരു വിശ്രമ കേന്ദ്രം പണിതീർത്തത് എന്ന്. ആ 2 യുവാക്കളാണ് ഈ നിൽക്കുന്നവർ. 2 പേരുടെ പേരെന്താ? സുകേഷ്, രനീഷ്. നിങ്ങൾ 2 പേരും ചേർന്നിട്ടാണല്ലോ ഈ ഒരു ഇത് നിർമ്മിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു നിർമ്മിച്ചത്? അമ്മ ഇടാനുള്ള കൃഷി ചെയ്യുന്നുണ്ട്. നെൽകൃഷി നമ്മൾ പാട്ടത്തിന്റെ കൃഷി ചെയ്യുന്നതാണ്. പിന്നെ വത്തക്കയും കാര്യമെല്ലാം നമ്മളെല്ലാം ഒന്നിച്ച് ബാക്കി വിശദാംശം പറഞ്ഞു.
പിന്നെ അമ്മ കഴിഞ്ഞ വർഷം ഈ വയലെല്ലാം നെൽകൃഷി ഒരുപാട് ചെയ്തിട്ടുണ്ടായി. അതിനൊന്നായിട്ട് നമുക്ക് വിശ്രമിക്കാനും പിന്നെ പണി സാധനം പിന്നെ കൂട്ടിയെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സൗകര്യം വേണമെന്നുണ്ടായി മനസ്സിൽ. അങ്ങനെ ഒരു ആശയം വന്നു. അങ്ങനെ ഇത് ചെറുങ്ങന രീതിയിൽ തുടങ്ങി. പിന്നെ നാട്ടുകാരെല്ലാം നല്ല സപ്പോർട്ടുണ്ടായി. നമ്മുടെ സുഹൃത്തുക്കൾ കുറേ ആൾക്കാർ നമ്മളെ സഹായിക്കാനുണ്ട്. അങ്ങനെ പെട്ടെന്ന് ഇതിങ്ങനെ പണിത് അടിപൊളിയായി എന്ന് പറയാം. ഈ വയൽക്കാറ്റ് വിശ്രമ കേന്ദ്രത്തിൽ എത്തുന്നവർ കാണേണ്ട മറ്റൊരു സ്ഥലം കൂടിയുണ്ട്. ഇവിടെ അടുത്ത് തന്നെ ഒരു കുളമുണ്ട്. ആ കുളത്തിന്റെ കാഴ്ചകളൊന്ന് നമുക്ക് കണ്ടിട്ട് വരാം. തൊട്ടപ്പുറം വയൽ, തൊട്ടിപ്പുറത്ത് കുളം, ഒരു ചെറിയ മഴയും ഒരു കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ ആഹാ അന്തസ് ഒന്നും പറയണ്ട. പ്രത്യേകിച്ച് നമ്മൾ ജെൻസി പിള്ളേർക്ക്. എന്തായാലും ഇവിടെ എത്തിയാൽ വൈബ് കിട്ടുമെന്നുള്ള കാര്യം തീർച്ചയാണ്. അത് ഞാൻ ഗ്യാരണ്ടി ആയിരുന്നു. അത്രയും അടിപൊളി സ്ഥലമാണ്. ഫുൾ വൈബ് ഓണാകും. വീഡിയോ ജേർണലിസ്റ്റ് അഗ്നിവേഷ് കുഞ്ഞുമംഗലത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്. മഴയുടെ സാഹചര്യത്തിൽ കുട്ടികളുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകി കർശന നിർദ്ദേശങ്ങളുമായി മോട്ടോർ വാഹന വകുപ്പ്. പ്രത്യേകിച്ച് സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗവും അപകടകരമായ മത്സരയോട്ടവും തടയാൻ ശക്തമായ നിരീക്ഷണമാണ് ഏർപ്പെടുത്തുന്നത്. സ്കൂളുകൾ വീണ്ടും തുറന്നിരിക്കുകയാണ്. മഴയും കൂടെ എത്തിയതോടെ രക്ഷിതാക്കളുടെ നെഞ്ചിടിപ്പ് കൂടിയിരിക്കുകയാണ്. മഴയുടെ സാഹചര്യത്തിൽ കുട്ടികളുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകി കർശന നിർദ്ദേശങ്ങളുമായി മോട്ടോർ വാഹന വകുപ്പ് രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് സ്വകാര്യ ബസ്സുകളുടെ അമിതവേഗവും അപകടകരമായ മത്സര ഓട്ടവും തടയാൻ ശക്തമായ നിരീക്ഷണമാണ് ഏർപ്പെടുത്തുന്നത്. സ്കൂളുകൾക്ക് സമീപം വേഗപരിധി കൃത്യമായി പാലിക്കണമെന്നും വിദ്യാർത്ഥികൾ റോഡ് മുറിച്ച് കടക്കുന്ന സ്ഥലങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തേണ്ടതും അത്യാവശ്യമാണ്. നിയമലംഘനങ്ങൾ കണ്ടെത്തിയാൽ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും മഴക്കാലത്ത് റോഡുകൾ വഴുക്കലേറിയതിനാൽ ഡ്രൈവർമാർ കൂടുതൽ ഉത്തരവാദിത്തത്തോടെ വാഹനമോടിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. നിരവധി അപകടങ്ങൾ ഇതിനകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നിരവധി പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഒരു നിമിഷത്തെ അശ്രദ്ധ പോലും ഒരു കുടുംബത്തിന്റെ ജീവിതം മാറ്റിമറിക്കാം. സ്കൂൾ തുറന്ന ഈ ദിവസങ്ങളിൽ കുട്ടികളുടെ സുരക്ഷ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്ന ഓർമ്മപ്പെടുത്തലും അധികൃതർ നൽകുന്നു. മഴ കനത്തതോടെ നിരവധി അപകടങ്ങളാണ് ഇതിനോടകം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ബസ്സുകളുടെ മത്സരയോട്ടം അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇനിയും നിരത്തിൽ ഒരുപാട് ജീവനുകൾ പൊലിയാനിടയുണ്ട്. ബസ്സുകൾ മാത്രമല്ല മറ്റു വാഹനങ്ങളും ഈ മഴക്കാലത്ത് അതീവ ജാഗ്രത പുലർത്തണം. ഒരുപാട് പാവങ്ങളുടെ ജീവനുകൾ അമിത വേഗതയിൽ പൊലിയാനിടയുണ്ട്. ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്. മഴയിൽ വീട് തകർന്നതോടെ പ്ലാസ്റ്റിക് ഷെഡിൽ ദുരിത ജീവിതം നയിച്ച കണ്ടോത്തെ പി യശോദയെയും കുടുംബത്തെയും സുരക്ഷിതമായി വാടക വീട്ടിലേക്ക് മാറ്റി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജ് താക്കോൽ കൈമാറി. കഴിഞ്ഞ മഴക്കാലത്ത് വീട് തകർന്നതോടെ ഒരു വർഷത്തോളമായി പ്ലാസ്റ്റിക് ഷെഡിൽ ദുരിത ജീവിതം നയിച്ചിരുന്ന കണ്ടോത്തെ പി യശോദയെയും കുടുംബത്തെയും സുരക്ഷിതമായി വാടക വീട്ടിലേക്ക് മാറ്റി. കുടുംബത്തിന് പുതിയ വീട് നിർമ്മിച്ചു നൽകുന്നതിനായി ജനകീയ കമ്മിറ്റി രൂപീകരിക്കുമെന്ന് MLA വി കുഞ്ഞികൃഷ്ണൻ നേരത്തെ അറിയിച്ചിരുന്നു. വാർഡ് കൗൺസിലർ VKP ഇസ്മയിലും പ്രാദേശിക UDF നേതാക്കളും ചേർന്ന് യശോദയുടെ വീട് സന്ദർശിച്ച ശേഷമാണ് കഴിഞ്ഞ വർഷം കനത്ത മഴയിൽ തകർന്ന വീട്ടിൽ താമസിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലായിരുന്ന യശോദയും മകൾ വിജയലക്ഷ്മിയും കുടുംബവും 2 ഓലഷെഡുകളിലായി കഴിയുകയായിരുന്നു. മഴക്കാലം ആരംഭിച്ച സാഹചര്യത്തിൽ നിലവിലെ താമസ സ്ഥലം സുരക്ഷിതമല്ലെന്ന് വിലയിരുത്തിയതിനെ തുടർന്ന് കുടുംബത്തെ താൽക്കാലികമായി വാടക വീട്ടിലേക്ക് മാറ്റാൻ തീരുമാനിക്കുകയായിരുന്നു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജ് താക്കോൽദാനം നിർവഹിച്ചു. യശോദയുടെ കുടുംബത്തിന് സ്ഥിരമായ വീട് നിർമ്മിച്ചു നൽകുന്നതിനായി ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും ഇതിനായി ഉടൻ യോഗം വിളിക്കുമെന്നും കെ ജയരാജ് അറിയിച്ചു. ഒരു ജനകീയ കമ്മിറ്റി ഈ വരും നാളുകൾക്കുള്ളിൽ, ഒരാഴ്ചക്കുള്ളിൽ, 10 ദിവസങ്ങൾക്കുള്ളിൽ ഞങ്ങളൊരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് അവരുടെ ഭവനം നിർമ്മിക്കാനാവശ്യമായ പ്രവർത്തനത്തിലേക്ക് ഞങ്ങൾ കടക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ
സൂചിപ്പിച്ചത് മാതിരി പല അഭ്യുദയകാംക്ഷികളും അന്നത്തെ വാർത്ത കേട്ട് ഞങ്ങളെ ബന്ധപ്പെട്ടിരുന്നു. ഞങ്ങൾ സഹായിക്കാം, നിങ്ങൾ നേതൃത്വം നൽകൂ എന്നൊക്കെ പറയുമ്പോൾ അവരുടെയൊക്കെ സഹായ സഹകരണത്താൽ അവർക്ക് ഒരു വർഷത്തിനകം, ഒരു വർഷം എന്നത് വലിയൊരു സമയമാണെങ്കിൽ പോലും ഒരു 6-7 മാസത്തിനകം തന്നെ ഈ മഴക്കാലം കഴിഞ്ഞ ഉടനെ നമ്മൾ അവർക്കൊരു വീട് നിർമ്മിച്ചു കൊടുക്കാനുള്ള ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ പയ്യന്നൂരിലെ പൊതുസമൂഹം ഞങ്ങളുടെ ഈ പ്രവർത്തനത്തിന് എല്ലാവിധ പിന്തുണയും നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് വിവിധ സംഘടനകളുടെയും പൊതുജനങ്ങളുടെയും സഹകരണത്തോടെയാണ് ഒരു വർഷത്തിനകം വീട് നിർമ്മാണം യാഥാർത്ഥ്യമാക്കാൻ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജ്, VKP ഇസ്മായിൽ, KT ഹരീഷ്, KV ഭാസ്കരൻ, സുഭാഷ്, ലതാ നാരായണൻ, ഫൽഗുനൻ, സമീർ PP, ഷഫീഖ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഒരു വർഷത്തോളമായി ദുരിതമനുഭവിച്ചിരുന്ന കുടുംബത്തിന് ആശ്വാസമായാണ് പുതിയ തീരുമാനം നാട്ടുകാർ കാണുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി മാതൃകാപരമാണെന്ന് M. വിജിൻ MLA. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വായനശാലകളുടെയും സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും സജീവ ഇടപെടൽ ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ലഹരിക്കെതിരെ ശക്തമായ പോരാട്ടമാണ് കേരളത്തിലെ മുൻ സർക്കാർ നടപ്പാക്കിയിട്ടുള്ളതെന്നും കേരളത്തിലെ അധികാരത്തിലെത്തിയ പുതിയ സർക്കാരും ലഹരിക്കെതിരായ പോരാട്ടത്തിൽ ശക്തമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും ഇത് ഏറെ മാതൃകാപരമാണെന്നും M. വിജിൻ MLA പറഞ്ഞു. അഫിലിയേറ്റ് ചെയ്തതും ചെയ്യപ്പെടാത്തതുമായ വായനശാലകളുടെ എണ്ണം നോക്കിയാൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ വായനശാലകളുള്ള ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പെടുന്ന ഒന്നാണ്. നമ്മുടെ വായനശാലകളെല്ലാം ആരോഗ്യകരമായ മത്സരങ്ങളും അവരുടെ പ്രവർത്തനങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സാംസ്കാരിക കേന്ദ്രങ്ങളാണ്. വളരെ ചുരുക്കം വായനശാലകൾ മാത്രമാണ്. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് 2026-27 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വായനശാലകൾക്ക് ഫർണിച്ചറുകൾ വിതരണം ചെയ്യുന്ന പദ്ധതി M. വിജിൻ MLA ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R. ബബിതകുമാരി അധ്യക്ഷത വഹിച്ചു. KV ശ്രീധരൻ, ഷുക്കൂർ, T. നിഷ, C. നാരായണി, K. ഭാനുമതി, KN ഗീത, KK പ്രസാദ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. താവത്ത് ഹൈമാസ്റ്റ് ലൈറ്റിന് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം. താവം മേൽപ്പാലത്തിന് കീഴിൽ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന് സമീപം സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റാണ് തകർത്തത്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്ന് M. വിജിൻ MLA ആവശ്യപ്പെട്ടു. അന്തിമയങ്ങിയാൽ താവം മേൽപ്പാലത്തിന് കീഴെ സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണ്. ബിവറേജിൽ നിന്ന് മദ്യം വാങ്ങിയെത്തി ഇവിടെ നിന്ന് മദ്യപിക്കുന്നവരുമുണ്ട്. ഇത്തരക്കാരാണ് ഹൈമാസ് ലൈറ്റ് തകർത്തതിന് പിന്നിലെന്ന് ആരോപണമുണ്ട്. ഹൈമാസ് ലൈറ്റിന്റെ മീറ്ററുകളും മറ്റും സ്ഥാപിച്ച തൂൺ തകർത്ത നിലയിലാണ്. ലൈറ്റും എറിഞ്ഞു തകർത്തിട്ടുണ്ട്. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പ്രദേശം M. വിജിൻ MLA സന്ദർശിച്ചു. ലൈറ്റ് തകർത്തവർക്കെതിരെ നടപടി വേണമെന്ന് MLA ആവശ്യപ്പെട്ടു. ഇവിടെ ചില ലഹരി മാഫിയയുടെ ചില പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ജനങ്ങളുടെ ആവശ്യപ്രകാരമാണ് ഇവിടെ വെളിച്ചം കൊടുത്തത്. ഇന്നലെ രാത്രി സാമൂഹ്യ വിരുദ്ധർ ഈ ലൈറ്റ് പൂർണ്ണമായി അടിച്ച് പൊളിച്ചിട്ടിരിക്കുകയാണ്. വെളിച്ചം ആഗ്രഹിക്കാത്ത ചില സാമൂഹ്യ വിരുദ്ധരുടെ കൂട്ടങ്ങളാണ് സ്വാഭാവികമായി ചെയ്തിട്ടുണ്ടാവുക. ഹൈമാസ് ലൈറ്റ് പ്രകാശിക്കാതെ ആയതോടെ രാത്രിയിൽ പ്രദേശം ഇരുട്ടിലാണ്. മദ്യപാനികളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും കേന്ദ്രമായി മാറി ഇവിടെ. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ചെറുകുന്ന പുന്നച്ചേരിയിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം മണ്ണിട്ട് നികത്തിയതോടെ സമീപത്തെ കടകളിൽ ചെളിവെള്ളം കയറി. വെൽഡിംഗ് ഷോപ്പിലെ ഉപകരണങ്ങൾ നശിച്ചതായും പരാതി. വെള്ളിയാഴ്ച രാത്രി പെയ്ത മഴയിലാണ് ചെളിവെള്ളം കയറിയത്. അനിയന്ത്രിതമായ നിലയിൽ ഇവിടെ മണ്ണിട്ട് വെള്ളക്കെട്ടുണ്ടാക്കുന്ന ഒരു നിലയാണുള്ളത്. അപ്പോൾ അത് പരിഹരിക്കാൻ സ്ഥലോടമയോട് ആവശ്യപ്പെടുന്നുണ്ട്. ഒരു സ്ഥലം സംബന്ധിച്ച ആവശ്യമായ നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടു. ചെറുകുന്ന് ഗ്രാമപഞ്ചായത്തിലെ പുന്നച്ചേരിയിൽ നേരത്തെ നിരപ്പായി കിടന്നിരുന്ന പ്രദേശം സ്വകാര്യ വ്യക്തി അനുമതി വാങ്ങി മണ്ണിട്ട് നികത്തിയതോടെയാണ് പ്രദേശത്തെ കടകളിലേക്കുൾപ്പെടെ വെള്ളം കയറാൻ കാരണമായത്. വെള്ളം ഒഴുകിപ്പോകാൻ ആവശ്യമായ സൗകര്യം ഒരുക്കാത്തതാണ് പ്രശ്നത്തിന് കാരണമെന്ന ആക്ഷേപമുണ്ട്. അപ്പോൾ ഞാൻ മണ്ണിടുമ്പം തന്നെ പഞ്ചായത്തിൽ പരാതി കൊടുത്തിനെ. അപ്പോൾ ഇപ്പോൾ മഴ പെയ്ത് വെള്ളം നിറഞ്ഞിട്ട് പഞ്ചായത്ത് പറയും നമ്മളിന് നീരൊഴുക്ക് തടസ്സപ്പെടുന്നതിന് പരാതി അയച്ചിട്ടെന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമുക്കൊന്നും പരാതി കാണുന്നില്ല. C. വിനോദ് കുമാറിന്റെ വെൽഡിംഗ് ഷോപ്പിലെ സാമഗ്രികളാണ് വെള്ളം കയറി നശിച്ചത്. പ്രവൃത്തി നടത്തേണ്ട സ്ഥലം ചെളിവെള്ളം കയറിയ അവസ്ഥയിലാണ്. വർഷങ്ങളായി ഇദ്ദേഹം ഇവിടെ ജോലി ചെയ്തു വരികയാണ്. ഇത്തരത്തിൽ ഒരനുഭവം ആദ്യമായിട്ടാണെന്ന് വിനോദ് കുമാർ പറഞ്ഞു. വിനോദ് കുമാറിന് ആവശ്യമായ നഷ്ടപരിഹാരം നൽകണമെന്നും
വെള്ളം ഒഴുകിപ്പോകാൻ ആവശ്യമായ നടപടി ഉണ്ടാക്കണമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കളും ആവശ്യപ്പെട്ടു. ഒരു 2 അടിയോളം കൂടുതൽ പൊന്തിച്ചിട്ടാണ് ഇവിടെ മണ്ണിട്ടുള്ളത്. അവൻ്റെ അതിര് കെട്ടാതെ കൊണ്ട് ചെളിയും വെള്ളം കംപ്ലീറ്റ് ബിൽഡിങ് ചെയ്യുന്ന സ്ഥലത്തേക്കാണുള്ളത്. അപ്പോൾ ആ ഒരു കച്ചവടക്കാരൻ എന്നുള്ള നിലയിൽ തൊഴിലെടുത്ത് ജീവിക്കേണ്ട ഒരു പ്രശ്നമാണിത്. അപ്പോൾ പഞ്ചായത്തിലെല്ലാം പരാതി കൊടുത്തിരുന്നാണ് പറഞ്ഞത്. പിന്നെ 1.5 മീറ്ററോളം KSTP റോഡിൽ നിന്ന് കൂട്ടിയിട്ടാണ് KSTP റോഡിൻ്റെ ഭാഗം എടുത്തിട്ടാണ് ഇപ്പം ഈ ഇതെല്ലാം കെട്ടിയിട്ടുള്ളത്. പ്രദേശം ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മോഹനൻ സന്ദർശിച്ചു. വെള്ളം ഒഴുകിപ്പോകാൻ സൗകര്യമൊരുക്കാൻ സ്വകാര്യ വ്യക്തിക്ക് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നിർദ്ദേശം നൽകിയിരുന്നു എങ്കിലും അത് പാലിക്കപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പ്രദേശം മണ്ണിട്ട് നികത്തിയതിൽ നാട്ടുകാർക്കിടയിലും പ്രതിഷേധമുണ്ട്. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ആവശ്യമായ നടപടി ഉണ്ടാകണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. സോഷ്യലിസ്റ്റ് പ്രസ്ഥാനവും MP വീരേന്ദ്രകുമാറും UDF-ലേക്ക് പോയത് ഇടതുമുന്നണിയുടെ തെറ്റായ തീരുമാനം മൂലമാണെന്ന് CPM നേതാവ് M വിജയകുമാറിന്റെ പ്രസംഗം തെറ്റുതിരുത്തലിന്റെ ഭാഗമാണെന്ന് RJD നേതാവും കൂത്തുപറമ്പ് MLA-യുമായ PK പ്രവീൺ. MP വീരേന്ദ്രകുമാർ അനുസ്മരണ സമ്മേളനം തൃക്കരിപ്പൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇവിടെ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പല പരാജയങ്ങളും നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും വകവെക്കാതെയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സംസ്ഥാന തലത്തിൽ MP വീരേന്ദ്രകുമാറിന്റെ അനുസ്മരണ പരിപാടിയുടെ ഉദ്ഘാടനത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗമുണ്ടായിരുന്നു. ഒരു ഐതിഹാസികമായ പ്രസംഗമാണ് നടത്തിയത്. ഇന്നലെ തിരുവനന്തപുരം ജില്ലയിൽ നടന്ന വീരേന്ദ്രകുമാർ അനുസ്മരണ സമ്മേളനത്തിൽ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. അവിടെ വെച്ച് MP വീരേന്ദ്രകുമാർ പരിസ്ഥിതി പ്രവർത്തനത്തിൽ സമൂഹത്തിന് മാതൃകയും എഴുത്തിന്റെ ലോകത്ത് വേറിട്ട ശൈലിക്കുടമയുമായിരുന്നുവെന്നും പ്രവീൺ പറഞ്ഞു. തൃക്കരിപ്പൂർ KMK ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ RJD കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് VV കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ലോഹ്യ വിചാരവേദി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് വിനോദ് പയ്യട അനുസ്മരണ പ്രഭാഷണം നടത്തി. RJD സംസ്ഥാന സെക്രട്ടറി TV ബാലകൃഷ്ണൻ, ജില്ലാ ജനറൽ സെക്രട്ടറി അഹമ്മദ് അലി കുമ്പള, സെക്രട്ടറി അഡ്വക്കേറ്റ് KV രാമചന്ദ്രൻ, സംസ്ഥാന കമ്മിറ്റി അംഗം പ്രജീഷ് പാലക്കാൽ, RYJD ജില്ലാ പ്രസിഡന്റ് M മനു, മഹിളാ ജനതാദൾ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് രമാദേവി, HMS സംസ്ഥാന സെക്രട്ടറി PV തമ്പാൻ, KCEC ജില്ലാ പ്രസിഡന്റ് K പവിത്രൻ, A അമ്പാടി, TV ഷീജ, T അജിത, അഡ്വക്കേറ്റ് KM ഹസൈനാർ, E ബാലകൃഷ്ണൻ, UK ജയപ്രകാശ്, റാം മനോഹർ, VV വിജയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ചടങ്ങിൽ 10,000 കണ്ടൽ ചെടികൾ കവ്വായിക്കായലിൽ നട്ടുപിടിപ്പിച്ച ഇടയിലക്കാട്ടിലെ O രാജനെ PK പ്രവീൺ MLA ആദരിച്ചു. വിവിധ പാർട്ടികളിൽ നിന്ന് RJD-യിലേക്ക് എത്തിയവരെ വേദിയിൽ PK പ്രവീൺ MLA സ്വീകരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മലബാർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഭവനരഹിതർക്ക് നൽകുന്ന ധനസഹായ വിതരണം പയ്യന്നൂരിൽ നടന്നു. 8 കുടുംബങ്ങൾക്കുള്ള ഭവന നിർമ്മാണ സഹായ ചെക്കുകളാണ് വിതരണം ചെയ്തത്. മലബാർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഭവനരഹിതർക്കായി നൽകുന്ന ധനസഹായ ചെക്കുകളുടെ വിതരണം നടന്നു. 8 കുടുംബങ്ങൾക്കുള്ള ഭവന നിർമ്മാണ സഹായ ചെക്കുകളാണ് വിതരണം ചെയ്തത്. പയ്യന്നൂർ MLA V കുഞ്ഞികൃഷ്ണൻ ചടങ്ങിന്റെ ഉദ്ഘാടനവും ചെക്ക് വിതരണവും നിർവഹിച്ചു. കമ്പനീസ് ആക്ട് അനുസരിച്ച് CSR ഫണ്ട് ഇതുപോലുള്ള ആവശ്യങ്ങൾക്ക് ചെലവഴിക്കുക എന്നത് പൊതുവായി അംഗീകരിക്കപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ മലബാർ ഗോൾഡ് അതിൽ നിന്ന് വ്യത്യസ്തമായി നിയമപ്രകാരം മാറ്റിവെക്കേണ്ടുന്ന സംഖ്യയേക്കാൾ ഉപരിയായി വലിയ സംഖ്യ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി മാറ്റിവെക്കാൻ സന്നദ്ധമായി എന്നത് അഭിനന്ദനാർഹമായ ഒരു. മലബാർ ഗോൾഡ് പയ്യന്നൂർ ഷോറൂം ഹെഡ് ശ്രീരാഗ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. മലബാർ ഗോൾഡ് സോണൽ ഹെഡ് ജാസിർ തണ്ടോറ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ VKP ഇസ്മയിൽ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് K ജയരാജൻ, BJP പയ്യന്നൂർ മണ്ഡലം പ്രസിഡന്റ് ധനേഷ്, ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KU വിജയകുമാർ, ബ്രിജേഷ് കണ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ചടങ്ങിൽ വെച്ച പ്രകൃതി സംരക്ഷണ സന്ദേശമുയർത്തി വൃക്ഷത്തൈകളുടെ വിതരണവും നടന്നു. മലബാർ ഗോൾഡ് പയ്യന്നൂർ ഷോറൂം മാനേജർ റബനീഷ് OM നന്ദി പ്രകാശിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
പയ്യന്നൂർ ലസാരോ അക്കാദമിയിൽ പരിസ്ഥിതി ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു. ലസാരോ അക്കാദമി MD ജോബി KP ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ലസാരോ അക്കാദമിയിൽ ഇത്തവണ വ്യത്യസ്തമായ രീതികളിലായിരുന്നു പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചത്. അനുബന്ധമായി വിദ്യാർത്ഥികൾ പരിസ്ഥിതി ദിന പ്ലക്കാർഡുകളുമായി പയ്യന്നൂർ നഗരത്തിലെത്തി യാത്രക്കാർക്കും വ്യാപാരികൾക്കും വിത്ത് പാക്കറ്റുകൾ വിതരണം ചെയ്യുകയും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ കൈമാറുകയും ചെയ്തു. ലസാരോ അക്കാദമി MD ജോബി KP പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ രവിചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നൈന P, ദേവകി മേനോൻ, അങ്കിത രാജ്, അഞ്ജലി KV, അഫീദ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് സൊസൈറ്റി ഫോർ അസിസ്റ്റന്റ് ടു ഫിഷർ വിമൻ കണ്ണൂരിന്റെ ആഭിമുഖ്യത്തിൽ ഓണക്കുന്നിൽ മലബാർ ഫിഷ് ബൂത്ത് ആരംഭിച്ചു. വി കുഞ്ഞികൃഷ്ണൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് സൊസൈറ്റി ഫോർ അസിസ്റ്റന്റ് ടു ഫിഷർ വിമൻ കണ്ണൂരിന്റെ ആഭിമുഖ്യത്തിൽ മലബാർ ഫിഷ് ബൂത്ത് ഓണക്കുന്നിൽ പ്രവർത്തനം ആരംഭിച്ചു. MLA വി കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. കരിവള്ളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുധാമണി RK അധ്യക്ഷത വഹിച്ചു. SAF കണ്ണൂർ നോഡൽ ഓഫീസർ പ്രീത PV, പ്രഭാഷ് ലാൽ, മിനി നാരായണൻ, പ്രസന്നൻ PP, ശശിധരൻ P, ഫിഷ് ബൂത്ത് ഉടമ രാധ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഭാഗമായി സ്പെഷ്യൽ ഗ്രാമസഭ നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV ചന്ദ്രൻ സ്പെഷ്യൽ ഗ്രാമസഭ ഉദ്ഘാടനം ചെയ്തു. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഭാഗമായി സ്പെഷ്യൽ ഗ്രാമസഭ നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV ചന്ദ്രൻ സ്പെഷ്യൽ ഗ്രാമസഭ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VA കോമളവല്ലി അധ്യക്ഷത വഹിച്ചു. സ്പെഷ്യൽ ഗ്രാമസഭയിലെ മുഖ്യ വിഷയമായ സ്വച്ഛ് ഗാവ്, സുരക്ഷിത ജലവായു, ശുചിത്വവും ഹരിതാഭവുമായ ഗ്രാമങ്ങൾ എന്നീ വിഷയങ്ങളെ അധികരിച്ച് KP സജിത സംസാരിച്ചു. സെക്രട്ടറി ഷിബു കരുൺ, നാരായണൻ, VV ജ്യോതി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെയും ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് ക്ലസ്റ്ററിന്റെയും നേതൃത്വത്തിൽ ചക്ക മാങ്ങ ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ഫെസ്റ്റ് ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സനൂപ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെയും ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് ക്ലസ്റ്ററിന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചക്ക മാങ്ങ ഫെസ്റ്റ് ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സനൂപ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായിട്ടും ഒരു കാലത്ത് ആരോഗ്യകരമായിട്ടുള്ള ജീവിതത്തിൽ ഏറ്റവും പ്രധാന ഭക്ഷണ രീതി അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥം എന്ന നിലയിൽ തന്നെയായിരുന്നു ചക്കയായാലും മാങ്ങയായാലും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നത്. അത് ഈ പുതിയ തലമുറയെ ഒന്ന് അറിയിക്കുവാനും അതിൽ വ്യത്യസ്തമായി ഒരു പക്ഷേ ചക്കയിൽ നിന്നും മാങ്ങയിൽ നിന്നുമൊക്കെ ഞാനടക്കം മനസ്സിലാക്കിയതിനപ്പുറം വിഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളൊരു അറിവ് കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു ഫെസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ മത്സരമായിട്ടാണ് ഇവിടെ സംഘടിപ്പിച്ചത് എന്ന് മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും ആ മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ കുടുംബശ്രീ അംഗങ്ങളെയും ഏറെ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഈ പരിപാടിയിലേക്ക് വൈസ് പ്രസിഡന്റ് C രത്നവല്ലി അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ E വസന്ത സ്വാഗതം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ MV രവി, KKV ലക്ഷ്മണൻ, ലേഖ KV, പഞ്ചായത്ത് സെക്രട്ടറി രാകേഷ് PK, മെമ്പർ സെക്രട്ടറി MV സുമേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, കുടുംബശ്രീ CDS അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, ജില്ലാ മിഷൻ ജീവനക്കാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ഇപ്പോഴത്തെ സീസണിൽ ലഭ്യമാകുന്ന ചക്ക, മാങ്ങ എന്നിവ ഉപയോഗിച്ച് തയ്യാറാക്കി വിവിധങ്ങളായ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും മേളയിൽ നടന്നു. പാഴായി പോകുന്ന നാടൻ മാങ്ങയും ചക്കയും കൊണ്ട് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിലൂടെ കുടുംബശ്രീ സംരംഭകർക്ക് വരുമാനം കണ്ടെത്താനും ആളുകൾക്ക് നാടൻ വിഭവങ്ങൾ ലഭ്യമാക്കാനും സാധിക്കും. 60-ലധികം വിഭവങ്ങൾ മേളയിൽ ഒരുക്കി. മേളയിൽ പങ്കെടുത്തവർക്ക് സമ്മാന വിതരണവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. പയ്യന്നൂർ തായനേരി ഒരുമ സൗഹൃദ വേദിയുടെ ആഭിമുഖ്യത്തിൽ പഠനോപകരണ വിതരണ സംഗമം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ തായനേരി ഒരുമ സൗഹൃദ വേദിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായുള്ള പഠനോപകരണ വിതരണ സംഗമം മൂരിക്കോവൽ ആനന്ദതീർത്ഥ ആശ്രമം ശ്രീനാരായണ വിദ്യാലയത്തിൽ നടന്നു. പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം നിർവഹിച്ചു. ഒരുമ സൗഹൃദവേദി പ്രസിഡന്റ് പ്രൊഫസർ K രാജഗോപാലൻ അധ്യക്ഷത വഹിച്ചു. സ്വാമി ആനന്ദതീർത്ഥ ട്രസ്റ്റ് സെക്രട്ടറി KP ദാമോദരൻ പഠനോപകരണങ്ങൾ ഏറ്റുവാങ്ങി. വാർഡ് കൗൺസിലർ KV നിമി, രാമകൃഷ്ണൻ കണ്ണോം, സജീവ് തിരുമേനി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. അധ്യയന വർഷാരംഭത്തിൽ കുട്ടികൾക്ക് കൈത്താങ്ങാവുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മാതൃകാപരമായ പ്രവർത്തനം സംഘടിപ്പിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ.
ലോക പരിസ്ഥിതി ദിനത്തിൽ കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VT അംബു ഉദ്ഘാടനം ചെയ്തു. ലോക പരിസ്ഥിതി ദിനത്തിൽ കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചു. സംസ്കൃത സർവകലാശാല ക്യാമ്പസിൽ വൃക്ഷത്തൈകൾ വച്ചുപിടിപ്പിച്ചുകൊണ്ട് കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VT അംബു ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ P. പ്രസീത അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അസിസ്റ്റന്റ് സെക്രട്ടറി സതീശൻ പുളുക്കു, പയ്യന്നൂർ ബ്ലോക്ക് എക്സ്റ്റൻഷൻ ഓഫീസർ ഗണേശൻ MV, ശ്രീ ശങ്കരാചാര്യ സംസ്കൃത കോളേജ് NSS പ്രോഗ്രാം കോർഡിനേറ്റർ സംഗീത K തുടങ്ങിയവർ സംസാരിച്ചു. ശുചിത്വവും ഹരിതാഭവുമായ ഗ്രാമങ്ങൾ എന്ന വിഷയത്തിൽ സ്പെഷ്യൽ ഗ്രാമസഭ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു. വൈസ് പ്രസിഡന്റ് P. വിജയലക്ഷ്മി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ശുചിത്വ മിഷൻ കോർഡിനേറ്റർ സോമൻ MV 2026 ഖരമാലിന്യ സംസ്കരണ നിയമങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തി. വ്യക്തി ശുചിത്വത്തെക്കുറിച്ചും പൊതുവായി പാലിക്കേണ്ട ശുചിത്വ ധർമ്മങ്ങളെക്കുറിച്ചും JHI ഷിംന ക്ലാസുകൾ നൽകി. വാർഡ് മെമ്പർമാർ, പൊതുജനങ്ങൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ആശാവർക്കർമാർ, HI JPHN ആശാവർക്കർമാർ, അംഗൻവാടി ടീച്ചർ, വിദ്യാലയ പ്രതിനിധികൾ, NSS പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സതീശൻ K, ദീപു MV, രജനി C, അസിസ്റ്റന്റ് സെക്രട്ടറി സതീശൻ പുളുക്കു, VO ഷീജ KV തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കേരള സർക്കാർ കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ കരുവള്ളൂർ നോർത്ത് ALP സ്കൂളിൽ പരിസ്ഥിതി ദിനാഘോഷവും വൃക്ഷത്തൈ നടീലും സംഘടിപ്പിച്ചു. കൃഷി ഓഫീസർ AN അനുഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിവിധയിനം ഫല തണൽ വൃക്ഷത്തൈകൾ നട്ടു. ഓരോ വിദ്യാർത്ഥിയും ഒരു തൈയെങ്കിലും സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തു. പരിസ്ഥിതി ദിന സന്ദേശം ഉൾക്കൊള്ളുന്ന പരിപാടികളും സംഘടിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ലോക പരിസ്ഥിതി ദിനാഘോഷം സംഘടിപ്പിച്ചു. പ്രമുഖ നാടക പരിസ്ഥിതി പ്രവർത്തകൻ KK സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ SPC യൂണിറ്റിന്റെയും വിവിധ ക്ലബ്ബുകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനാഘോഷം സംഘടിപ്പിച്ചു. വൃക്ഷത്തൈ നടീലും പൂന്തോട്ട നിർമ്മാണവും പരിസ്ഥിതി ദിന ക്വിസ് മത്സരവും പോസ്റ്റർ രചന എന്നിവയും സംഘടിപ്പിച്ചു. നാടക പരിസ്ഥിതി പ്രവർത്തകൻ KK സുരേഷ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PV രാജേഷ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ വിദ്യാർത്ഥിനി ആവണി പരിസ്ഥിതി ദിന സന്ദേശം നൽകി. K ജിഷ, M സിൽജ, M ഗോപിക തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾക്ക് വൃക്ഷത്തൈ വിതരണവും നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പയ്യന്നൂർ ശാഖ ഓട്ടോ ടാക്സി ഡ്രൈവർമാർക്കായി ജൂൺ 7 ജീവൻ രക്ഷാ പ്രഥമ ശുശ്രൂഷ പരിശീലനം നടത്തുന്നു. പയ്യന്നൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സ്വരിൻ ശശി ഉദ്ഘാടനം ചെയ്യും. ജൂൺ 7 രാവിലെ 10 മണിക്ക് തുടങ്ങുന്ന പരിപാടിയിൽ IMA പയ്യന്നൂർ പ്രസിഡന്റ് ഡോക്ടർ T. രഞ്ജിത് കുമാർ അധ്യക്ഷത വഹിക്കും. തുടർ പരിശീലന പരിപാടിയുടെ ആദ്യഘട്ടമായ ജൂൺ 7 50ഓളം ഓട്ടോ ടാക്സി ഡ്രൈവർമാർക്ക് പരിശീലനം നൽകും. ആപത്ഘട്ടങ്ങളിൽ ആത്മവിശ്വാസത്തോടെ ഡ്രൈവർമാർക്ക് കൃത്യമായ രീതിയിൽ ഇടപെടാനുള്ള ധൈര്യം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഈ പരിശീലന ക്ലാസ് നടത്തുന്നതെന്ന് IMA പയ്യന്നൂർ ശാഖ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഹൃദയസ്തംഭനം, കുഴഞ്ഞു വീഴുക, മുറിവുകൾ, പൊട്ടലുകൾ, ഭക്ഷണമോ മറ്റു വസ്തുക്കളോ തൊണ്ടയിൽ കുടുങ്ങുക, അപസ്മാരം, അപകടത്തിൽപ്പെട്ട ആൾക്കാരെ എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നിവയെക്കുറിച്ച് ക്ലാസ്സിൽ പരിശീലനം നൽകുന്നു. ഡോക്ടർ ജയരാജൻ PV, ഡോക്ടർ പ്രസിൻ പ്രദീപ്, മുതിർന്ന അംഗങ്ങളായ ഡോക്ടർ ഹരിദാസ് M, ഡോക്ടർ VC രവീന്ദ്രൻ, ഡോക്ടർ മുകുന്ദൻ നമ്പ്യാർ, ഡോക്ടർ അനിൽകുമാർ VS, ഡോക്ടർ S ഭട്ട്, ഡോക്ടർ അഭിജിത്ത് ബാബു തുടങ്ങിയവർ പരിശീലനത്തിന് നേതൃത്വം നൽകും. ഡോക്ടർ VC രവീന്ദ്രൻ, പ്രസിൻ പ്രദീപ്, ഡോക്ടർ T. രഞ്ജിത് കുമാർ, ഡോക്ടർ ജയരാജ് PV തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേബിൾ TV നിരക്കുകളിൽ നേരിയ വർധനവ് വരുത്തുന്നതായി കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. പേ ചാനൽ നിരക്കുകൾ അതത് കമ്പനികൾ കുത്തനെ ഉയർത്തിയ സാഹചര്യത്തിലാണ് ഈ തീരുമാനം. സേവന മേഖല ഉൾപ്പെടെ എല്ലാ രംഗത്തുമുണ്ടായ വിലക്കയറ്റം കേബിൾ TV രംഗത്തെ പ്രതിസന്ധിയിലാക്കിയ പശ്ചാത്തലത്തിലാണ് ഈ വിലവർധനവെന്ന് അസോസിയേഷൻ വ്യക്തമാക്കി. നിരക്ക് വർധനവിലും ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ ദൃശ്യമികവോടെ എത്തിക്കാൻ പ്രതിജ്ഞാബദ്ധരാണെന്നും അസോസിയേഷൻ അറിയിച്ചു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.